വിൽക്കുന്നതിനെക്കാട്ടി കുപ്പികളാണല്ലോ ഇപ്പൊ തിരിച്ചു വരുന്നേ. ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഇന്നലെ വിറ്റ കുപ്പിയല്ല, ഇന്നലെ തിരിച്ചു വന്നു, ഇന്നതാ വീണ്ടും. ഓഹ്, അല്ലാത്ത ഗതികേട് തന്നെ. ലിറ്റർ. എന്റെ പൊന്നു ചേട്ടാ, ഇത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചിട്ട് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനായിട്ട് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാ, അല്ലാതെ ഉള്ള കുപ്പിയെല്ലാം കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനല്ല. അതൊന്നും അല്ല കാര്യം. ഇത് ഞങ്ങള് 20 രൂപയ്ക്ക് വേണ്ടിയായാലും നാളെ ഇങ്ങോട്ട് വരണ്ടേ, അതാ കാര്യം. ബുദ്ധിമാനെ, വല്ലാത്തൊരു തൊന്തരവ് തന്നെ. ഈ വിവരവും ബോധവും ഇല്ലാത്തവന്റെ കൂടെ എന്തോ പറഞ്ഞിട്ട് എന്തോ. അയ്യോ, നീ നമ്മള് കുടിയന്മാര് കാരണം ഇവിടെ പരിസ്ഥിതി മലിനീകരണവും പ്ലാസ്റ്റിക്കും ആയെന്ന് വേണ്ട, നമ്മളിപ്പോ തന്നെ ഇനി തിരിച്ചു കൊണ്ടു തന്നേക്കാം കേട്ടോ. ദോ വരുന്നു, പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ആണ്ടേ, നേരത്തെ കൊണ്ടുപോയി കുപ്പി താണ്ട കിടക്കുന്നേ, 20 രൂപ ഞാൻ തന്നേക്കണേ. അതിനിടയ്ക്ക് കുടിച്ചു തീർത്തിട്ട് ഇനി വന്നോ? അയ്യോ, പെട്ടെന്ന് കുടിച്ചു തീർത്തതല്ലേ. താഴെ ഞാൻ വേറൊരു സ്പെയർ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചിട്ട് ഈ കുപ്പി ഇഞ്ഞു കൊണ്ടു തന്നതാ. അനധികൃതമായി കുപ്പി കൈവശം പിടിച്ചാൽ ഇയാളെ പിടിച്ച് അകത്തിടും. ഇപ്പൊ നോക്കിക്കോ. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കുറയ്ക്കാനാണെങ്കിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. നിങ്ങൾ ഈ പെട്രോൾ പമ്പിൽ കണക്ക് ഒരു മെഷീൻ വെക്ക്. ഞങ്ങൾ അതിനകത്ത് നിന്ന് വന്ന് 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് വന്ന് കുപ്പിയും കൊണ്ട് വന്ന് വാങ്ങിച്ചോണ്ട് പോക്കോളാം. അന്നേരം പ്ലാസ്റ്റിക് കുപ്പികളും വരത്തില്ല, നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരത്തില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ചെറിയ അളവുകൾ 20 രൂപ മുതൽ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. കൂടുതൽ വേണ്ടവർക്ക് കന്നാസ് കൊണ്ടുവന്ന് വാങ്ങിച്ചോണ്ടോ. എങ്ങനെയുണ്ട് ബുദ്ധി? ഞങ്ങളെപ്പോൾ ഉള്ളവരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുന്നേ, ഒറ്റ ദിവസം കൊണ്ട് ബിവറേജ് ലാഭത്തിലാക്കി തരാം.